ഹൈപ്പർ ലൂപ്പ് ടെക്നോളജിയിൽ സത്യത്തിൽ ഇന്ത്യ ലോകത്തെ തന്നെ അമ്പരപ്പിക്കുകയാണ്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള നമ്മുടെ അശ്വിനി വൈഷ്ണവ് ഈ ഹൈപ്പർ ലൂപ്പ് ഫെസിലിറ്റി ചെന്നൈ IIT മദ്രാസിലെ ഹൈപ്പർ ലൂപ്പ് ഫെസിലിറ്റി സന്ദർശിക്കുകയും അതിനുശേഷം അദ്ദേഹം ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈപ്പർ ലൂപ്പിന്റെ ട്യൂബ് അല്ലെങ്കിൽ അത് കടന്നു പോകുന്ന ഒരു സംവിധാനമുള്ളത് ഇന്ത്യയിലാണ്. എന്നാൽ ഈ ഹൈപ്പർ ലൂപ്പിന്റെ ഒരു പരീക്ഷണ ട്രാക്കിന്റെ ലെങ്ത് ഇന്ത്യ വർദ്ധിപ്പിക്കാൻ പോവാണ്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ പാതയായിട്ട് ഇത് മാറുമെന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. IIT ക്യാമ്പസിൽ നിർമ്മിച്ച ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് പരിശോധിച്ച ശേഷമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവിന്റെ ഈ സ്റ്റേറ്റ്മെന്റ്. 100% ഇന്ത്യൻ ടെക്നോളജിയിലാണ് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നിലവിൽ ഈ പാതയ്ക്ക് 410 മീറ്റർ ദൈർഘ്യമാണുള്ളത്, ഏഷ്യയിലെ ഏറ്റവും വലുത്. അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ പാതയാക്കി ഇതിനെ മാറ്റുക എന്നതാണ്. താഴ്ന്ന മർദ്ദത്തിലുള്ള കുഴലുകൾക്കുള്ളിലൂടെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിവേഗ സഞ്ചാരം ഒരുക്കുന്ന പദ്ധതിയാണ് ഹൈപ്പർ ലൂപ്പ്. 2013 ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ടെസ്ല മേധാവിയായിട്ടുള്ള ഇലോൺ മസ്ക് ആണ്. അതിനുശേഷം ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അക്കൂട്ടത്തില് ചൈനയും അമേരിക്കയും ഒക്കെ ഉണ്ട്. എന്നാൽ ഏഷ്യയില് ചൈനയും ജപ്പാനെയും പോലും മറികടന്നുകൊണ്ട് ഹൈപ്പർ ലൂപ്പ് ടെക്നോളജിയിൽ ഇന്ത്യ മുന്നേറുകയാണ്. വൈകാതെ ലോകത്തിൽ തന്നെ അതിവേഗത്തിൽ ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും. ആ തരത്തിലുള്ള പരീക്ഷണങ്ങളും വേഗതയും കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. IIT മദ്രാസ് ഇതൊരു വലിയ പദ്ധതിയായിട്ട് തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്. അവർക്ക് വേണ്ട ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഈ ഹൈപ്പർ ലൂപ്പിന്റെ ഒരു ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ലോക ശ്രദ്ധ നേടാൻ സാധിച്ചിട്ടുണ്ട്. സാക്ഷാൽ ഇലോൺ മസ്ക് തന്നെ ഹൈപ്പർ ലൂപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റുകളെ അഭിനന്ദിച്ചു വരികയും അവരോടൊപ്പം നിന്ന് ഫോട്ടോസ് എടുക്കുകയും അവരുടെ ഡിസൈനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ഒന്നായിട്ട് തെരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ട് ഹൈപ്പർ ലൂപ്പ് ടെക്നോളജിയിൽ മാറുകയാണ്. ഇന്ത്യൻ റെയിൽവേയും IIT വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ഗവേഷണ സംഘവുമാണ് ട്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പുമായിട്ട് ചേർന്നുകൊണ്ട് ഈ ഒരു പരീക്ഷണ ട്രാക്ക് നിർമ്മിച്ചതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും. 2019 സ്പേസ് എക്സ് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹൈപ്പർ ലൂപ്പ് പോഡ് കോമ്പറ്റീഷൻ. ഈ ഒരു ഹൈപ്പർ ലൂപ്പിനകത്ത് കൂടി സഞ്ചരിക്കുന്ന പോഡിന്റെ കോമ്പറ്റീഷൻ ആയിരുന്നു സ്പേസ് എക്സ് സംഘടിപ്പിച്ചത്. കാലിഫോർണിയയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ഏഷ്യയിൽ നിന്ന് ഫൈനലിലേക്ക് എത്തിയ ഏക ടീം എന്ന് പറയുന്നത് ഈ ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പിന്റെ ടീമായിരുന്നു. അത്രയും മികച്ച ഡിസൈൻ ആയിരുന്നു അവരുടേത്. ഇവരുടെ ഡിസൈൻ പോഡ് നോക്കിക്കഴിഞ്ഞാൽ അതിന് സേഫ്റ്റി ഉണ്ട്, അതിന് നല്ല സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനർജി എഫിഷ്യൻസി ഉണ്ട്. മാത്രമല്ല നിലവിൽ മണിക്കൂറിൽ 400 കിലോമീറ്ററിലധികം വേഗതയാണ് അതിന് കൈവരിക്കാൻ കഴിയുന്നത്. ഇത് ലോകത്തിൽ ഇന്നുള്ള ഈ ഹൈപ്പർ ലൂപ്പ് പോഡുകളിൽ ഏറ്റവും മികച്ചത് ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിന്റെ ഒരു വാല്യൂ എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ത്യക്കാർക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല. ഇലോൺ മസ്ക് ഒക്കെ ഭയങ്കര ഇവരെ പുകഴ്ത്തുകയും ഈ ഒരു ആവിഷ്കാർ ഒരു IIT ടീമിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേഗത 1200 കിലോമീറ്റർ, മണിക്കൂറിൽ 1200 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഒരു ഫുൾ സ്കെയിൽ ഹൈപ്പർ ലൂപ്പ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സിറ്റികളെ കണക്ട് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു പ്രധാന വിഷനാണ്. സോ ഇന്ത്യയിൽ ഇത്തരം സ്റ്റാർട്ടപ്സും ഇത്തരം വിദ്യാർത്ഥികളുടെ ഗവേഷണ സംഘങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെന്നൈ, ബംഗളൂരു, മുംബൈ, പൂനെ, ഡൽഹി, ചണ്ഡീഗഡ് തുടങ്ങിയ പാതകളിൽ ഹൈപ്പർ ലൂപ്പ് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് പദ്ധതിയുണ്ട്. ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് മദ്രാസ് IITക്ക് 26 കോടി രൂപ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ട്. തുടർ ഗവേഷണങ്ങൾക്കായിട്ട് ജർമ്മനിയിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്ക്, നിയോവേസ് ടെക്നോളജീസ് എന്നിവയുമായിട്ട് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഗതാഗത സാങ്കേതികവിദ്യാ സ്ഥാപനമായിട്ടുള്ള സിസ്ട്രയുമായിട്ടും IIT ട്യൂട്ടർ ഹൈപ്പർ ലൂപ്പ് ധാരണാപത്രത്തിലൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു മികച്ച ഒരു ഹൈപ്പർ ലൂപ്പ് ഫെസിലിറ്റി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അത് ഏറെക്കുറെ സക്സസ് ആയി എന്നുള്ളത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.